ഗായ്സ്, ഇന്ന് ഞാനൊരു റീസൈക്കിൾ പേപ്പറാണ് ആക്കാൻ പോകുന്നത്. വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സാണ്, നാച്ചുറൽ കളേഴ്സ്. അപ്പോൾ ഞാൻ ആക്കുന്നത് ആദ്യം വെള്ളത്ത് വെച്ചിട്ട് അതിലൊക്കെ പുതർത്തി വെച്ച്, അതായത് നമ്മൾ ഈ കളർ ഷീറ്റ് കിട്ടുന്ന അത്ര പെർഫെക്റ്റ്നെസ് കിട്ടില്ല, കാരണം ട്രൈ ആക്കാം. അപ്പം എന്തായാലും ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വിട്ട് കളഞ്ഞ് പറഞ്ഞിട്ട് ഇതെടുക്കില്ല. നാച്ചുറൽ കളേഴ്സിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടർമറിക് പൗഡർ, പിന്നെ കോഫി പൗഡർ, ബ്ലാക്ക് കോഫി അങ്ങനെ തന്നെ, പിന്നെ പുതിന, ബീട്രൂട്ട്. ആദ്യം ബീട്രൂട്ടിനെ ചെത്തി അതിന് ശേഷം അതിനെ 4 പീസാക്കിയിട്ട് ഒരു പാൻ വെച്ചതിന് ചൂടാക്കാൻ വെക്കുക. അതിൻ്റെ റെഡ് കളർ വരുന്നവരെ നിൽക്കണം. ക്യാരറ്റ് എടുത്തിട്ട് അതേപോലെ വേപ്പിക്കാം. ഇതെല്ലാം ഞാൻ സെൽഫായിട്ടാണ് ആക്കിയത്. ഉമ്മാൻ്റെ ഒരു ഹെൽപ്പ് കൊടുത്തിട്ടില്ല, ഉമ്മ വെറും കീറി തന്നു മാത്രം. പിന്നെ ഒരു ഗ്രൈൻഡർ, അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് വെള്ളം, ക്യാരറ്റ് ഗ്രൈൻഡർ അടിച്ചാൽ അവിടെ യെല്ലോ കളർ കിട്ടിയത്, പക്ഷേ ഓറഞ്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത്. യെല്ലോ കിട്ടിയ പിന്നെ പേപ്പർ ഇട്ടിട്ട് മഞ്ഞപ്പൊടി, അതേപോലെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഗ്രൈൻഡ് അടിക്കാം, ഇതാക്കാം, മിക്സ് ആക്കാം. സൂപ്പറായിട്ട് അതിൻ്റെ കളറും കിട്ടി. പേപ്പർ ആദ്യം അടിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടാലും സെയിം കളേഴ്സ് തന്നെ. അതിന് ശേഷം ഒരു പാത്രത്തിലെല്ലാം ഒന്ന് ഈ ഒറോട്ടി പരത്തുന്ന പോലെ പരത്തുക. എന്നാൽ എന്ത് പരത്തുന്ന കംഫർട്ടബിൾ, പക്ഷെ ഒരിക്കലും വേറെ സാധനം എടുത്ത് പരത്തരുത്, അത് കുളമായിപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ കുറേ കളേഴ്സാക്കി. പുതിന ഞാൻ കുറച്ച് പെയിൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം അതിൻ്റെ കളേഴ്സ് കിട്ടുന്നുണ്ടായിട്ടില്ല എനിക്കൊന്ന്. നിങ്ങൾ എക്സാക്ട് കളർ കിട്ടിയാൽ ഓക്കെ. റീസൈക്കിൾ പേപ്പർ ഈസ് ഡൺ.